بسم الله والحمد لله والصلاة والسلام على رسول الله. عن أبي هريرة رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ ഫഇൻ ഇൻതഖസ മിൻ ഫരീദത്തിൻ ഷൈഉൻ ഖാല الرب عز وجل انظروا هل لعبدي من تطوع فيكمل بها من انتقص من فريضة ثم يكون سائر عمله على ذلك. ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് പറയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ പ്രവർത്തികളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ. ആരെങ്കിലും അത് ശരിയായിരുന്നാൽ അവന് വിജയം പ്രാപിക്കുകയും രക്ഷ നേടുകയും ചെയ്യും. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. എന്നാൽ അത് തെറ്റായിരുന്നാൽ അവൻ പരാജയപ്പെടുകയും നഷ്ടത്തിലാകുകയും ചെയ്യും. ഫഇൻ ഇൻതഖസ മിൻ ഫരീദതിഹി ഷൈഉൻ ഖാല الرب عز وجل انظروا هل لعبدي من تطوع ഫയുകമ്മലു ബിഹാ മൻ ഇൻതഖസ മിനൽ ഫരീദ. എന്നിട്ട് പിന്നീട് പറയാണ്, ഇനി അവൻ്റെ നിർബന്ധ നമസ്കാരത്തിൽ, അതായത് ഫരീദത്തായിട്ടുള്ള ഫർദ് നമസ്കാരങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, എൻ്റെ ഈ അടിമക്ക് നാഫിലായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങളുണ്ടോ എന്ന് നോക്കൂന്ന്. അങ്ങനെ വല്ലതും കുറവ് കണ്ടു കഴിഞ്ഞാൽ അവ നിർബന്ധ നമസ്കാരങ്ങളിലെ കുറവ് പരിഹരിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് തുറന്നു പറയാണ്, സുമ്മയക്കൂനു സായിറു അമലിഹി അലാ ദാലിക്. പിന്നീട് അവൻ്റെ മറ്റു എല്ലാ പ്രവർത്തികളും ഇതേ രീതിയിൽ പരിശോധിക്കപ്പെടുന്നുള്ള. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമസ്കാരമാണ് വിചാരണക്കെടുക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ആ ഫർദ് നമസ്കാരത്തിൽ വല്ല കുറവും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവ സുന്നത്തുകളെ കൊണ്ട് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. തഹജ്ജുദ് പോലുള്ള, റവാത്തിബ് പോലുള്ള, ദുഹാ പോലുള്ള, തഹിയ്യത്തുൽ മസ്ജിദ് പോലെയുള്ള ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അമൂല്യങ്ങളായ സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് ഫർദിലെ കുറവുകൾ പൂർണ്ണമാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കർമ്മങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ റമദാനിലൂടെ നമ്മൾ ശീലിക്കുന്നതായിട്ടുള്ള ഒരു വേള മുമ്പുണ്ടായിരുന്നതും അതിൻ്റെ തുടർച്ചയെന്നോണവും ഒരു പക്ഷേ പുതുതായിട്ട് തന്നെ ചില അമലുകളൊക്കെ നമ്മൾ പുതുതായിട്ട് ചില സുന്നത്തുകളൊക്കെ ചെയ്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടാകും. ആ അമലുകൾ തുടർച്ചയായി ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം. അദ്വമുഹ വ ഇൻ ഖല്ല എന്ന് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമലുകളെക്കുറിച്ച് പറയുന്നിടത്ത് അതിൽ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര കുറച്ചായിരുന്നാലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളൊക്കെ പതിവാക്കി എടുക്കാൻ വേണ്ടി പരിശീലിക്കുക. ഒന്നാമത്തത്, ആ റമദാനിന് പരിശീലിച്ചെടുത്ത സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളെ തുടർന്ന് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ റമദാനിന് ശേഷവും ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഈ റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ തുടർച്ചയായിരിക്കണം റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളൊക്കെ ഒരു കാര്യം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടർച്ചയായിട്ട് അത് തുടരാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ ചെയ്ത് അവസാനിക്കുന്നത് ഹത്താ യഅതിയക്കൽ യഖീൻ. അവന് ആ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സത്യമായിട്ടുള്ള അത് വന്നെത്തുന്നത് വരെ വഅബ്ദ് എന്ന് പറഞ്ഞ്
ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടിരിക്കുക, ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ആ ഉറപ്പായിട്ടുള്ള കാര്യം നിന്നിലേക്ക് വരുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ ജീവിതത്തിലുള്ള ഓരോ അമലുകളും വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ രംഗങ്ങളിലും മാത്രമല്ല അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളും നന്മ പഠിച്ചു കഴിഞ്ഞാൽ അത് പതിവാക്കുക. അതുപോലെ തന്നെ ഓരോ സമയങ്ങളിലുള്ള അദ്കാറുകൾ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തുടർച്ചയായിട്ട് ചെയ്യുക. അത് എത്ര തിരക്കുള്ളതായി കഴിഞ്ഞാൽ പോലും അവ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ തിരക്ക് പിടിച്ച, വളരെ കുറച്ച് സമയം ഉറങ്ങാൻ സാധ്യതയുള്ളതുമായിട്ടുണ്ടായിരുന്ന സിഫീൻ യുദ്ധത്തിൻ്റെ രാവിലെ പോലും അലി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്ന സുന്നത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 34 തവണ, ഇങ്ങനെ ഓരോന്നും വളരെ കൃത്യമായിട്ട് പൂർത്തീകരിച്ചിരുന്നതായിട്ട് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വളരെ പ്രാധാന്യത്തോട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിലൂടെ ചെയ്തു തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ റമദാനിലൂടെ മുമ്പ് ചെയ്ത് തുടർച്ചയുമായിട്ടുള്ള കാര്യങ്ങൾ ഈ റമദാൻ കഴിഞ്ഞാലും തുടർച്ചയുണ്ടാവുക. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ, അല്ലെങ്കിൽ ഫർദായിട്ടുള്ള അമലുകൾക്ക് പുറമെ സുന്നത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.